പല തൊഴിലാളികൾ നാട്ടിൽ പോയി തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരക്കാർക്ക് ഈ കാർഡുകൾ എടുക്കുന്നതിന് ചെറിയൊരു കാലതാമസം ഉണ്ടാവും. അത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 10-15 ദിവസത്തെ സാവകാശം കിട്ടണം എന്നുള്ളതാണ് പറയാൻ. പെരിന്തൽമണ്ണയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളായാലും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും നിബന്ധനയോടുകൂടി തന്നെ പാലിക്കേണ്ടതുണ്ട് എന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. ഇനി പരിശോധനയ്ക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്ത് പിഴയടയ്ക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും ഏരിയ സെക്രട്ടറിയും പി അബ്ബാസ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ പ്രതിസന്ധികൾക്കിടയിൽ ഒരു വലിയ പരിശോധന വന്ന് കനത്ത പിഴ അടക്കേണ്ടി വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ എങ്ങനെയാണ് വ്യാപാരികൾ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം നമുക്ക്. വ്യാപാരി വ്യവസായ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമത്തിൽ ഞങ്ങൾക്കൊരു ആശങ്കയില്ല. കാരണം ഞങ്ങളെ പല വ്യാപാരികളും ഇത്തരത്തിലുള്ള എല്ലാ ലൈസൻസുകളും, അതായത് വ്യാപാര ലൈസൻസ്, അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, ഹെൽത്ത് കാർഡ്, ഇവയൊക്കെ തയ്യാറാക്കി നിൽക്കുന്ന കടകളാണ് പലതും. ഇപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല കടകളിലും തൊഴിലാളികൾ ഈ പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും തമിഴ്നാട്ടിലൊക്കെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് പല തൊഴിലാളികളും നാട്ടിൽ പോയി തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരക്കാർക്ക് ഈ കാർഡുകൾ എടുക്കുന്നതിന് ചെറിയൊരു കാലതാമസം ഉണ്ടാവും. അത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 10-15 ദിവസത്തെ സാവകാശം കിട്ടണം എന്നുള്ളതാണ് പറയാൻ. അതോടൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ പെരിന്തൽമണ്ണ ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു ലൈസൻസും, അതായത് ഫുഡ് ലൈസൻസ് ഇല്ല, അതുപോലെ തന്നെ മുനിസിപ്പൽ ലൈസൻസ് ഇല്ല, അതൊക്കെ പരിശോധിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള പിഴ ഇട്ടുകൊണ്ട് അതൊക്കെ അടപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി ഇതോടൊപ്പം ഉണ്ടാവണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി പറയുന്ന ഇതാണ്, കുറച്ച് സാവകാശം തരണം നഗരസഭ സെക്രട്ടറി, നഗരസഭ അധികൃതർ. കാരണം തൊഴിലാളികൾ ദൂരെ പോയേക്കാണ്. ഇപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഹെൽത്ത് കാർഡൊക്കെ എടുക്കണം. പിന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പണ്ടും ഇവിടുത്തെ എല്ലാ വ്യാപാര സംഘടനകളും പറയാറുണ്ട്. പല വലിയ സ്ഥാപനങ്ങൾ തുറന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കട തുടങ്ങും. അവസാനം ഈ കടയുടെ കാര്യം കഷ്ടത്തിലാവും. അപ്പോൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതായാലും കർശന നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എല്ലാ സംഘടനകളും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ പരിശോധനയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സാവകാശം, ഒരു 10-15 ദിവസം സാവകാശം നൽകണമെന്ന് ഈ നഗരസഭാ സെക്രട്ടറിയോടും മറ്റ് ബന്ധപ്പെട്ട അധികൃതരോടും അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മന്ത്രിക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇവിടെ DMOക്കും നഗരസഭാ സെക്രട്ടറിക്കും അടിയന്തരമായി നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമനുസരിച്ച് നഗരസഭാ സെക്രട്ടറിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിലും നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് വ്യാപാരികൾക്ക് നൽകുന്നുണ്ട്. വ്യാപാരികൾ ഒരു അഭ്യർത്ഥന നഗരസഭാ സെക്രട്ടറിയോട് അഭ്യർത്ഥനയും അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. ഏതായാലും എല്ലാം ഭംഗിയായിട്ട് പോകണം. നഗരം ശുചിത്വമുള്ള നഗരമായി എന്നും നിലനിൽക്കണം. അതിന് വ്യാപാര സ്ഥാപനങ്ങൾ ശുചിത്വമുള്ളതാവണം, മറ്റുള്ള സ്ഥലങ്ങളും ശുചിത്വമുള്ളതാവണം. എല്ലാം വളരെ ക്ലിയറായിട്ട് പോകട്ടെ. അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നാണ് പറയാനുള്ളത്. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് എല്ലാവരും പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനട്ടൺ, പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.